ശനി ഞായർ ദിവസങ്ങൾ വരുന്ന തീയതികളെ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ടേബിൾ നോക്കാം. ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഫെസ്റ്റിവൽസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ ഫെസ്റ്റിവലിൻ്റെ പേര്, രണ്ടാമത്തെ കോളത്തിൽ ആ ഫെസ്റ്റിവൽ വരുന്ന തീയതി. ഇനി ഈ കാണുന്നവയിൽ ശനി ഞായർ ദിവസങ്ങൾ വരുന്ന തീയതികളെ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തീയതികളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എക്സലിലെ വീക്ക് ഡേ ഫംഗ്ഷനും കണ്ടീഷണൽ ഫോമാറ്റിംഗുമാണ് നമ്മൾ ഉപയോഗിക്കുക. ആദ്യം വീക്ക് ഡേ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഒരു ഡേറ്റ് അഥവാ ഒരു തീയതി ആഴ്ചയിൽ ഏത് ദിവസമാണ് വരുന്നതെന്ന് അറിയാനായിട്ടാണ് വീക്ക് ഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 15/1/2024 ആഴ്ചയിൽ ഏത് ദിവസമാണ് വരുന്നതെന്ന് അറിയാനായിട്ട് ഈക്വൽ വീക്ക് ഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വീക്ക് ഡേ ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, അഥവാ 2 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് വീക്ക് ഡേ ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് അഥവാ ആദ്യത്തെ ഇൻപുട്ട് സീരിയൽ നമ്പർ, തീയതിയാണ് ഇവിടെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കേണ്ടത്. തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റിട്ടേൺ ടൈപ്പ്. സാധാരണ അതിൽ ഞായറാഴ്ചയാണ് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുക. എന്നാൽ അങ്ങനെ അല്ലാത്ത കേസുകളുമുണ്ട്. സോ ആഴ്ചയിലെ ആദ്യത്തെ അവസാനത്തെയും ദിവസങ്ങൾ ഡിഫൈൻ ചെയ്യാനുള്ള ആർഗ്യുമെൻ്റ് ആണിത്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, അതായത് ആഴ്ചയിലെ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ചയും അവസാനത്തെ ദിവസം ഞായറാഴ്ചയുമാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഫോമുല 1 എന്ന സംഖ്യ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ തീയതി തിങ്കളാഴ്ചയാകും, 2 ആണെങ്കിൽ ചൊവ്വാഴ്ച, 7 ആണെങ്കിൽ ഞായറാഴ്ച. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഫോമുല 1 ആണ് റിട്ടേൺ ചെയ്തത്, അതായത് 15/1/2024 തിങ്കളാഴ്ചയാണ്. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, 7 24/3/2024 ഞായറാഴ്ചയാണ്. 6 13/4/2024 ശനിയാഴ്ചയാണ്. അടുത്ത ദിവസം ഞായറാഴ്ച. ഈ ഫോമുല കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ശനി ഞായർ ദിവസങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. ഈ ഫോമുല ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഇനി തീയതികൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ കണ്ടീഷണൽ ഫോമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോമാറ്റ്. ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ വീക്ക് ഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതി കൊടുത്തിട്ടുള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഈ ഡോളർ സൈൻസ് നമുക്കിവിടെ ആവശ്യമില്ല, ഡോളർ സൈൻസ് ഡിലീറ്റ് ചെയ്യുന്നു, കോമ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 5. വീക്ക് ഡേ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 5നേക്കാൾ വലുതാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഈ ഫോമുല നമ്മൾ ഉപയോഗിച്ചത്. കാരണം വീക്ക് ഡേ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 6 ആണെങ്കിൽ അത് ശനിയാഴ്ചയും 7 ആണെങ്കിൽ ആ തീയതി ഞായറാഴ്ചയുമാകും. അങ്ങനെയുള്ള തീയതികളെ നമുക്ക് ആവശ്യമുള്ള കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോമാറ്റ്, ഫിൽ, ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ. ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, ശനി ഞായർ ദിവസങ്ങൾ വരുന്ന തീയതികൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. കണ്ടീഷണൽ ഫോമാറ്റിംഗ് റൂൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഈക്വൽ ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ, ഡബിൾ കോട്ട്സ്, ഡി എന്ന് 4 തവണ ടൈപ്പ് ചെയ്യുക, ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, സൺഡേ, സാറ്റർഡേ, സൺഡേ, സാറ്റർഡേ, സൺഡേ, സൺഡേ. ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമുലകളും എക്സ്പ്ലെയിൻ ചെയ്ത ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.